ജോസേട്ടൻ എപ്പോഴും തിരിച്ചു പോകുന്നേ? നാളെയാണോ? നാളെ രാത്രി 8 മണിക്കാണ് ഫ്ലൈറ്റ്. ജോസേട്ടൻ നമ്മുടെ വിസയുടെ കാര്യം മറക്കല്ലേ? അതൊക്കെ ഞാൻ നോക്കിക്കോളാടാ. പക്ഷെ ഞാൻ പറഞ്ഞേൽപ്പിച്ച കാര്യങ്ങളൊക്കെ നീ നോക്കിയോ. ജോസേ, ഞാൻ നിങ്ങളെ അന്വേഷിച്ച് വീട്ടിൽ പോയായിരുന്നു. പിള്ളേർ പറഞ്ഞു ഇവിടെ കാണുമെന്ന്. എന്താ കാര്യം? എനിക്ക് കുറച്ചുകൂടെ കാശ് വേണം. കാശോ? എന്തിന്? നിങ്ങളുടെ സ്ഥലം കച്ചവടം ചെയ്തു തന്നേന്. അതിനല്ലേ നിനക്ക് നിന്റെ കമ്മീഷൻ 25,000 എണ്ണി തന്നത്? അതുപോരാ, എനിക്ക് കുറച്ചും കൂടി കാശ് വേണം. ആഹാ, അത് കൊള്ളാലോ. കമ്മീഷൻ പൈസ എണ്ണി മേടിച്ചോണ്ട് പോയിട്ട് പിന്നെയും പൈസയ്ക്ക് വന്നേക്കുന്നു. നിങ്ങൾ പോയി പണി നോക്കാൻ വേണ്ട പിള്ളേ. തൻ്റെ സ്ഥലക്കച്ചവടം പൈസ ഇടപാടും ഒക്കെ വളഞ്ഞ വഴിക്കാണെന്ന് ഞാൻ ഇൻകം ടാക്സിൽ പരാതി കൊടുക്കാൻ പോവുക. താൻ ഗൾഫിൽ പോകുന്നതേ എനിക്കൂടി ഒന്ന് കാണണം. അയ്യോടി, നീ എന്നെ ഭീഷണിയാണോ? ആണെന്ന് കൂട്ടിക്കോ. എനിക്ക് ഇന്ന് തന്നെ 25,000 രൂപ കൂടി കിട്ടണം. ജോസേട്ടാ, ഇൻകം ടാക്സ് എന്ന് നമുക്ക് നമ്മുടെ വൈസാറിനെ വിളിച്ചാലോ? ഇൻകം ടാക്സ് വർക്ക് ചെയ്യുന്നത്. അത് ശരിയാ. ഹലോ ജോസേട്ടാ. സാറേ, ഞാൻ ജോസാണേ. സാറോ? സാറേ, ഞാനേ ഒരു സ്ഥലക്കച്ചവടം നടത്തിയിരുന്നു. നാട്ടു നടപ്പനുസരിച്ച് ബ്രോക്കർക്ക് ഞാൻ 25,000 രൂപ കൊടുക്കുകയും ചെയ്തു. സാറേ, അവർ പിന്നെയും വന്നേക്കുവാണേ. വീണ്ടും അവർക്ക് പൈസ വേണമെന്ന്. സാറേ, ഇപ്പോൾ അവർ പറയുന്നത് ഈ പൈസ കൊടുത്തില്ലെങ്കിലേ എൻ്റെ ഗൾഫിന് പോക്ക് മുടക്കുമെന്നാണ് പറയുന്നത്. ഇൻകം ടാക്സ് പരാതിയും കൊടുക്കുമെന്ന്. സാർ ഇൻകം ടാക്സ് ആണല്ലോ, അതാണ് ഞാൻ സാറിനെ വിളിച്ചത്. സാർ അവരുമായിട്ടൊന്ന് സംസാരിക്കുമോ? അവരെന്നെ ഭീഷണിപ്പെടുത്തുന്നു. അവർ കയ്യിലോട്ട് ഫോൺ കൊടുക്കൂ. എന്നാ നീ പറഞ്ഞ ഇൻകം ടാക്സിലെ ഉദ്യോഗസ്ഥനാ, നീ നേരിട്ട് സംസാരിച്ചോ? ഇല്ല, എനിക്ക് പരാതിയൊന്നുമില്ല. അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല. മര്യാദയ്ക്ക് സംസാരിക്കുക, ഇല്ലെങ്കിൽ നിന്റെ വീട്ടിൽ വരും അവര്. ഹലോ, നിങ്ങളുടെ പേര് പറഞ്ഞേ. സാറേ, ലീലാമ്മയെന്നാ. ലീലാമ്മയുടെ ജോലി എന്നാ? ബ്രോക്കറാ സാറേ. നിങ്ങൾക്കേ റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്റർ ആൻഡ് ഡെവലപ്മെന്റ് പ്രകാരമുള്ള ലൈസൻസ് ഉണ്ടോ? ഇല്ല സാറേ. എന്നിട്ടാണോ നിങ്ങൾ ഈ പണിക്ക് നിൽക്കുന്നേ? കേസാക്കണോ? അയ്യോ വേണ്ട സാറേ. അപ്പൊ നിങ്ങൾക്ക് ഇനി കമ്മീഷൻ വേണോ? വേണ്ട സാറേ. അപ്പൊ നിങ്ങൾ ലൈസൻസ് ഇല്ലാതെ ഇതിനു മുമ്പ് ബ്രോക്കറിങ് നടത്തി മേടിച്ച കാശോ? കുറച്ച് ചിലവായി പോയി സാറേ. ബാക്കി എൻ്റെ കയ്യിലുണ്ട്, ഞാൻ തിരിച്ചു കൊടുത്തേക്കാം. കേസാക്കല്ലേ സാറേ. എന്നാ ശരി, ആ പൈസ വേഗം ജോസിൻ്റെ തിരിച്ചു കൊടുത്ത് വെക്കോ. ഫോൺ ജോസിൻ്റെ കൊടുത്തേ. ശരി സാറേ. ഹലോ സാറേ. ജോസേട്ടാ, ആ ഇഷ്യൂ ഞാൻ സോൾവ് ചെയ്തിട്ടുണ്ടേ. അവർ പിന്നെ കുറച്ച് പൈസ തരും, വാങ്ങി മേടിച്ച് വെച്ചേരേ. ഞാനിപ്പോൾ വരും. ഓക്കെ, ശരി സാറേ. വേണ്ട, നീ തന്നെ വെച്ചോ. അപ്പോൾ ആ സാറ് പറഞ്ഞതോ? സാറിനോട് ഞാൻ അതൊക്കെ പറഞ്ഞോളാം. കേസൊന്നും ആക്കുകയല്ല, നീ പൊക്കോ. കേട്ടോ, എൻ്റെ പൈസ എന്തി? നിന്റെ ഏത് പൈസ? ചുമ്മാ കളിക്കല്ലേ. നിങ്ങൾക്കിപ്പോൾ ലാഭമല്ലേ ആയുള്ളൂ, നഷ്ടമൊന്നുമില്ലല്ലോ. ഞാൻ അവളുടെ പൈസ ഒന്നും മേടിച്ചില്ലടാ. അതന്നെ,